guys and welcome back to my channel KshethraBhoomi'sVlogs. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ഇത് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാനുള്ള ഒരു ടിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ പുതുതായി പണിയിപ്പിച്ച പുകയില്ലാത്ത ആലുവ അടുപ്പാണ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ കത്തിപ്പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിപ്പിക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ പുകയില്ലാത്ത അടുപ്പിൽ മെയിനായിട്ടും തീ കത്തിക്കാനായിട്ട് 2 അടുപ്പുകളാണുള്ളത്. മിഡിൽ പോർഷനിൽ നമ്മൾ തീ കത്തിക്കേണ്ട. ഈ 2 സൈഡിലത്തെ തീ കൊണ്ട് ആ ഒരു അടുപ്പിലേക്ക് ചൂട് വരും. നമുക്ക് വെള്ളം ചൂടാക്കാനോ ഒക്കെ ആയിട്ട് അതിൽ വെക്കാം. ഞങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡിലത്തെ അടുപ്പാണ് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലത്തെ അടുപ്പിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഹോളില്ലേ, ഈ ഒരു ഹോള് ശ്രദ്ധിച്ചോണം. ഇതേപോലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവും. നമ്മൾ കത്തിക്കുന്ന അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം. അതെടുത്ത് മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ടാക്കണം. ഒരടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പില്ലേ, ലെഫ്റ്റ് സൈഡിലെ ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ടൊരു ഹോളുണ്ട്. ആ ഒരു ഹോള് നമ്മൾ എന്തെങ്കിലും തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് അടച്ചു കൊടുക്കണം. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. എന്തായാലും അത് ക്ലോസ് ചെയ്താലും അപ്പുറത്തുനിന്ന് തീ വന്ന് കത്തിപ്പിടിക്കുകയൊന്നുമില്ല. അത് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചും കൊടുക്കണം. എന്നിട്ട് നമ്മൾ നോർമൽ കത്തിക്കുന്നത് പോലെ തന്നെ ഈ നടുക്കത്തെ അടുപ്പും അടഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നോർമൽ കത്തിക്കുന്ന പോലെ തന്നെ കൊതുമ്പോ ചൂട്ടോ ചിരട്ടയോ വിറകോ എന്ത് വെച്ച് കത്തിച്ചാലും നല്ല അസലായിട്ട് കത്തും. ആദ്യമേ ഞങ്ങൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാതെ കത്തിച്ചിട്ട് കത്തുന്നതേ ഇല്ലായിരുന്നു. നിറച്ചും പുകയായിരുന്നു. നിറച്ചും പുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള പുക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. 2 അടുപ്പിൽ നിന്നും ഇങ്ങനെ പേപ്പർ വെച്ച് കത്തിച്ചിട്ട് പോലും കത്തുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും ഈ ഭാഗത്തെ അടപ്പെടുത്ത് മാറ്റി ഇപ്പുറത്താക്കി അപ്പുറത്തെ അടുപ്പിൽ ക്ലോസും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അടുപ്പ് കത്തിപ്പിടിക്കാനായിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.